നമ്മൾ മുഖം പോലും കണ്ടില്ല. എൻ്റെ അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മ പറയുന്നത് വെച്ചാൽ ഇവനല്ലാതെ വേറെ ആരെയും കിട്ടൂല എന്നാ ചോദിക്കുന്നത്. നമ്മളന്ന് അന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെ അമ്മ കേസ് കൊടുക്കാൻ നമ്മളെ കൂടെ വരൂലായിരുന്നു, ഉറപ്പായിട്ടും വരൂലായിരുന്നു. അമ്മയും കൂടെ ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മയില്ലെന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് അമ്മ അണ്ടേപ്പിസിൽ പോയാണ് ഞങ്ങളെ വളർത്തിയത്. പ്രിയംപദ എന്ന് പറയുന്ന 48-കാരി 2 പെമ്മക്കളെയൊക്കെ കൂലിവേല ചെയ്ത് കെട്ടിച്ചയച്ചു. അതിനുശേഷം ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അടുത്ത് ബന്ധുക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രിയംപദ വീടിൻ്റെ തൊട്ടടുത്താണ് വിനോദ് എന്ന് പറയുന്ന ഒരുത്തൻ്റെ താമസം. അങ്ങനെ ഈ പ്രിയംപദയും വിനോദും തമ്മിൽ സാമ്പത്തിക ഏർപ്പാടൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലേക്ക് വരികയാണ്. ഇല്ലീഗൽ ബന്ധമുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു, അതിലേക്ക് നാട്ടുകാർക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നു. നമ്മളതൊന്നും പറയുന്നില്ല. എന്തായാലും അതൊരു വല്ലാത്ത ബന്ധത്തിലേക്ക് വന്ന് അവസാനം ഈ വിനോദ് ഈ പ്രിയംപദയെ കൊലപ്പെടുത്തുകയാണ്. കൊന്ന രീതിയാണ് പ്രത്യേകത. ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം വിനോദിൻ്റെ കട്ടിൻ്റെ കീഴിൽ കൊണ്ടുവെക്കുകയാണ്. 2-3 ദിവസം ആരും അറിയുന്നില്ല. അങ്ങനെ 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്ത്രീയെ എടുത്തുകൊണ്ട് വിനോദിൻ്റെ വീടിനോട് ചേർന്നുള്ള ആ ഒരു സ്ഥലത്ത് കുഴിയെടുത്ത് കുഴിച്ചു മൂടുകയാണ്. വിനോദ് പിന്നെ ഒന്നും അറിയാത്ത മട്ടിൽ എല്ലാത്തിനോട് സഹകരിക്കുവാണ്. പ്രിയംപദ എവിടെയാണ്, നിങ്ങൾ കണ്ടുപിടിച്ചോ? പോലീസിനോട് ചോദിക്കുന്നു, നാട്ടുകാരോട് ചോദിക്കുന്നു. അപ്പോഴൊന്നും ആരും തിരിച്ചറിയുന്നില്ല ഈ വിനോദിനെ. പക്ഷേ വിനോദിൻ്റെ ഈ കള്ളത്തരം പുറത്തു വന്നൊരു വലിയ ട്വിസ്റ്റോട് കൂടിയാണ്. ആരാണ് ഈ കള്ളത്തരം കണ്ടുപിടിച്ചത്? എങ്ങനെയാണ് പ്രിയംപദ കൊലക്കേസിൽ വിനോദ് അറസ്റ്റിലാവുന്നത്? ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ട് നമുക്ക് ആ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിതം തകർന്നടിഞ്ഞത്. ഒരു പാവം സ്ത്രീ 2 പെൺമക്കളെ പോറ്റാൻ വേണ്ടി അണ്ടിയാപ്പീസിലൊക്കെ പോയി ജോലി ചെയ്ത് ജീവിക്കുമായിരുന്നു. അവരെ ഇവിടെയാണ് അവരുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ച് ആ ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലൊരു വല്ലാത്തൊരു സംഭവമാണ് അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ വാർഡിൽ നിന്നല്ല, ഈ പരിസര പ്രദേശത്ത് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ഉണ്ടായിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണ്, ഇങ്ങനെ ഒരു സംഭവം ഇല്ല. ഒരിക്കലും ഇങ്ങനെ ഒരു പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു സംഭവം. സിനിമയിൽ മാത്രമേ കാണത്തുള്ളൂ. കട്ടിന്റെ കീഴിൽ കൊണ്ട് ബോഡി വെക്കുക, കുഴിച്ചിടുക. ഈ പറഞ്ഞ പോലെ സ്മെല്ല്, ഞാൻ അറിഞ്ഞത് ബോഡി സ്മെല്ലായതിനു ശേഷമാണ് പുള്ളിക്കാരൻ അതിനു വേണ്ടി ശ്രമിച്ചത്. അത് എവിടെയാണ്? ഇത് വന്നിട്ട് ഈ ഞാനിപ്പം പറഞ്ഞ ഈ വിനോദിന്റെ ഭാര്യയുടെ അമ്മയുടെ വീടാണത്. വിനോദ് താമസിക്കുന്ന വിനോദ് ഇവിടെ ഈ വിനോദ് താമസിക്കുന്ന ഈ വീടും വിനോദിന്റെ 2 കുട്ടികളും അവന്റെ ഭാര്യ മാതാവും താമസിക്കുന്ന തൊട്ട് പുറകിലുള്ള വീടും, ഈ 2 അടുത്തടുത്ത് വീടാണ്. അപ്പൊ ഈ പ്രീമദർ ബോഡി വെച്ചെന്ന് പറഞ്ഞ വീടല്ല, ഈ വീടാണ്. ഈ വീട്ടിലാണ് വെച്ചത്. ഈ വീട്ടിൽ കട്ടിലിന്റെ അടിയിലാണ് വെച്ചത്. ഈ വീടിന്റെ കട്ടിന്റെ അടിയിലാണ് ഈ ബോഡി അവൻ സൂക്ഷിച്ചിരുന്നത്. അപ്പൊ അന്ന് പല രാത്രികളിൽ ഇവിടെ കിടന്നുറങ്ങുന്നു. തീർച്ചയായിട്ടും അവൻ മദ്യത്തിന് പുറത്തല്ലേ, ലഹരിക്ക് അടിമയായിട്ടുള്ളവൻ എന്തും കാണിച്ചു കൂട്ടുമല്ലോ. അതാണ് സംഭവിച്ചത്. പോലീസിന് അന്വേഷണം നടക്കുകയാണ്. അപ്പൊ കൃത്യമായിട്ട് വിശദവിവരങ്ങൾ പോലീസിന്റെ കസ്റ്റഡിയിൽ വാങ്ങിച്ചതിന് ശേഷം ബാക്കിയുള്ള വിശദവിവരങ്ങൾ അറിയാൻ സാധിക്കും. അല്ല, ബോഡി ഇവിടെ ചീഞ്ഞഴിയുമ്പോഴും വിനോദ് ഇവിടെ ഉറങ്ങുന്നുണ്ട്, ഉണ്ണുന്നുണ്ട്, ഒന്നും അറിയാത്ത മട്ടിൽ പെരുമാറുന്നുണ്ട്. ഈ വീടാണ് വിനോദിന്റെ വീട്. ഇനി നമുക്ക് അപ്പുറത്തേക്ക് പോവാം അല്ലേ? ബോഡി കുഴിച്ച സ്ഥലത്തേക്ക് പുറകിലോട്ട് പോവാം. വിനോദിന്റെ 2 കുട്ടികളും ഭാര്യ മാതാവും താമസിക്കുന്ന ഈ വീടാണ്. അപ്പൊ അവര് യാദൃശ്ചികമായിട്ട് ഈ വീട്ടിൽ വരികയും അന്ന് 14-ാം തീയതി ഉച്ച ടൈമിലാണെന്ന് തോന്നുന്നത്. അവരങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. 14-ാം തീയതി ഉച്ചയ്ക്ക് ഇവിടെ വന്നപ്പോഴേ ആ ചാക്കിന്റെ അകത്തുനിന്ന് ഒരു കൈപ്പത്തി പുറത്ത് കണ്ടതായിട്ട് കട്ടിന്റെ കീഴിൽ ഇട്ടായിരുന്നു. അവർ കണ്ടു. അവർ കണ്ട് പേടിച്ചിട്ട് അവരുടെ ഈ വിനോദിന്റെ മകളെ തന്നെ 14 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടി സ്നേഹം എന്നാണ് കുട്ടിയെന്നത് ഉറപ്പുവരുത്താൻ വേണ്ടി പറഞ്ഞയച്ചു. കുട്ടി പേടിച്ച് ടെൻഷനായി വന്ന് അമ്മമ്മ എടുത്ത് കാര്യം പറഞ്ഞതിന് ശേഷം അമ്മമ്മ ആരോടും പറഞ്ഞില്ല. അന്ന് ശനിയാഴ്ച ഫുള്ളായിട്ട് വീട്ടിൽ പേടിച്ച് രാത്രി ഉറങ്ങുകയാണ്. ടെൻഷൻ അടിച്ച് അവർ ഉറങ്ങിയാണെന്ന് അറിയില്ല. ടെൻഷൻ അടിച്ച് വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ അന്ന് ടെൻഷൻ അടിച്ച് അമ്മയും കൊച്ചുമകളോട് ഇരിക്കുമ്പോഴത്തേക്ക് വിനോദ് ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ഇവരറിയുന്ന കാര്യം ഇവരറിയുന്നില്ല, വിനോദ് അറിയുന്നില്ല. ഈ ബോഡി എടുത്ത കൊണ്ട് വിളിച്ചിട്ടെ ഈ ബാഗ് വഴിയാണ് ഒന്നാണ് ഇപ്പൊ നിലവിൽ ഇതുവഴി കൊണ്ടുവന്നാ പറയുന്നത്. ബോഡി എടുത്ത് വിനോദ് ഒരു അസമയത്ത് രാത്രിയിലായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും രാത്രി 1 മണിക്ക് മഴ ടൈമിൽ ആ ബോഡി ചുവന്നുകൊണ്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. എവിടെ കുഴി എടുത്തേക്കുന്നത്? എവിടെയായിരിക്കും? ഇത് കുഴിയായിട്ടല്ല എടുത്തിരിക്കുന്നത്. ഇത് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ കുഴിയായിട്ടല്ല, ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ആ ബോഡി ഇവിടെ മറവ് ചെയ്യുകയും അതിന് പുറത്തായിട്ട് ആദ്യം പാറപ്പൊടി ഇടുകയും പിന്നെ ഇവിടെ നിന്ന് വേസ്റ്റ് ആയിട്ടുള്ള പപ്പാളിയൊക്കെ വെട്ടിയാണ്ട് പപ്പാളിയുടെ വേസ്റ്റായിട്ട് വെട്ടി അതിലിട്ടതിന് ശേഷം പിന്നെ മണ്ണ് കൂടെ വെട്ടിയാണ് അതിന് പുറത്തിട്ടത്. അങ്ങനെയാണ് ഇവിടെ സംഭവം. അതിന് പുറത്തായിട്ട് ഈ ഷീറ്റ് ഇരിക്കുന്ന ആ ഷീറ്റ് വെച്ച് ഫുള്ളായിട്ട് മറച്ചു വെച്ചിട്ടുണ്ട്. കുഴി എടുത്തിട്ടില്ല. കുഴി എന്ന് പറയുമ്പോൾ ഈ സ്പേസ് ഉണ്ടല്ലോ കേട്ടോ, അതാ ഈ ഗ്യാപ്പിനകത്ത് ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. നോർമലായിട്ട് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനകത്ത് അവരെ ശവശരീരം അതിനകത്ത് ഇറക്കിയതിനു ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. വിനോദ് സഹായിക്കാൻ വേണ്ടി അനിയനെയും വിളിക്കുന്നുണ്ട്, സുരേഷിനെയും വിളിക്കുന്നുണ്ട്. നിലവിൽ പോലീസ് അറിയാൻ സാധിച്ചത് വിനോദിന്റെ കൂടെ ഉണ്ടായിരുന്ന വിനോദിന്റെ അനിയനാണ്. ഇവിടെ ക്ലീനിങ്ങിന്റെ ഭാഗമായി വിനോദ് വിളിച്ചു വരുത്തിയതാണ് വിനോദ് ആദ്യം പറഞ്ഞത്. എന്നാൽ പോലീസ് ഇപ്പം പറഞ്ഞത് ആ കൂട്ടുപ്രതിയായിട്ട് അതിൽ ഏർപ്പെട്ടിട്ടുണ്ട്, തെളിവുകൾ നശിപ്പിക്കുന്നതിലേക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ്
ഇപ്പം നിലവിൽ ഈ സന്തോഷം പ്രതിയായിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു കൊല്ലണമെങ്കിൽ ഇത്രയും ബ്രൂട്ടലായിട്ട് കൊല്ലണ ഒരു കാരണം കാണുമല്ലോ. തീർച്ചയായിട്ടും അതിനകത്ത് ഒരുപാട് അവിഹിതം പറയുന്നുണ്ട്, ഇല്ലീഗൽ ബന്ധമാണെന്നൊക്കെ പറയുന്നത്. കാരണം ഈ വീടും ആ വീടും തമ്മിൽ വലിയ ദൂരമില്ല. തീർച്ചയായിട്ടും ഈ വിനോദും ഈ പറയുന്ന പ്രിയാനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നാണ് പുറത്ത് കേൾക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിടത്തോളം വെച്ചാൽ ഞാൻ ഇവിടെ ഒരു മെമ്പറായി വന്നതിന് ശേഷം ഇതിപ്പോൾ നമ്മളെ 4 വർഷം കഴിഞ്ഞ് 5ാമത്തെ വർഷം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മെമ്പർ എന്ന ലെവലിൽ ഞാൻ നമ്മളൊരു അറിഞ്ഞൂടാത്ത കാര്യം ഒരു കാരണവശാലും പറയാൻ പാടില്ല. ഞാനിപ്പോൾ ഇവിടെ അറിഞ്ഞത് സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള മോട്ടീവാണ് ഈ കൊലപാതകത്തിന് കാരണം എന്ന് പറഞ്ഞത്. ഈ പ്രിയമതയുടെ കുടുംബമൊക്കെ മക്കളൊക്കെ പ്രിയമതയുടെ കുടുംബം 2 പെൺകുട്ടികളാണ്. പ്രിയമത 2 പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ സഹോദരിയായിട്ടുള്ള വത്സലയും ബിജുവും അടുത്ത് താമസിക്കുന്നത് ഒരു ചുമരാണ്. രണ്ട് വീടാണ്, ഒരു ചുമരാണ്. അപ്പോൾ ആ വീട്ടിലാണ് താമസിക്കുന്നത്. 2 പെൺകുട്ടികളെ അടുത്ത് കല്യാണം കഴിച്ചു കൊടുത്ത് ഇവർ ഒറ്റയ്ക്കാണ് താമസം. ഇപ്പോൾ കശുവണ്ടി ഫാക്ടറി പോയാണ് അവർ ജീവിക്കുന്നത്. ആ വീട്ടിലുണ്ടാവും തീർച്ചയായും. അപ്പോൾ എന്തായാലും പ്രിയമതയുടെ മക്കൾ 2 പെൺമക്കളാണെന്ന് പറയുന്നു. അച്ഛനില്ല. ഈ ഇളയ കുട്ടിയുടെ 5ാമത്തെ വയസ്സിലാണ് അച്ഛൻ വിട്ടുപോകുന്നത്. അതിനുശേഷം ഈ കഷ്ടപ്പെട്ടാണ് പ്രിയമത 2 മക്കളെയും വളർത്തുന്നത്. എന്തായാലും നമുക്ക് തൊട്ടടുത്തുള്ള പ്രിയമതയുടെ മക്കളെ ഇപ്പോൾ കാണാം. അവരെങ്ങനെ സഹകരിക്കുന്നു അറിയത്തില്ല, പ്രതികരിക്കും ഒന്നും അറിയത്തില്ല. അത്രയും ഒരു മാനസിക സംഘർഷത്തിലാണ് ആ 2 മക്കളും പിന്നെ പ്രിയമതയുടെ സഹോദരിമാരൊക്കെ ആ വീട്ടിലുള്ളത്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊരു പോക്ക് പോകാം. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാവുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അല്ലേ? ഇത് മൂത്തയാള് ഒരു കുടുംബം മുഴുവൻ ഞെട്ടിത്തിരിച്ചിരിക്കുവാണ്. ഈ കേരളം മുഴുവൻ നടുങ്ങി. ഇങ്ങനെ ഒരു ബ്രൂട്ടൽ മർഡർ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല. ഈ അമ്മയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നോ? അതെ, അമ്മ ഒറ്റയ്ക്ക് ജോലിക്ക് പോയിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്ക് വന്നാലും ജോലിക്ക് പോകണ ഇതിൽ അമ്മ ഓടി വീട്ടിൽ നിന്ന് ഇങ്ങ് വരുമായിരുന്നു. നിങ്ങൾ അമ്മയോടെ കൊണ്ടുപോകൂടായിരുന്നു അല്ലെ? പിന്നെ ആ ഒരു ദുരന്ത ഭർത്താവ് അണ്ണനും വലിയ അടുത്തുള്ളതുകൊണ്ട് ആ വിശ്വാസത്തിലാണ് വർഷങ്ങളുണ്ട്. 23 വർഷമായി അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയിട്ട്. ആ നിമിഷം തൊട്ടേ അമ്മ അതിനു മുൻപേ 14 വയസ്സിലെ എൻ്റെ വയസ്സിൽ പോകാൻ തുടങ്ങിയതാണ് എൻ്റെ അമ്മ. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ 23 വർഷം രണ്ടുപേരെ അല്ലേ? കഷ്ടപ്പെട്ട് നന്നായിട്ട് അറിഞ്ഞ കുട്ടികളാ. വിനോദിനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മയുടെ നിങ്ങളുടെ വീട്ടിൽ തൊട്ടപ്പുറത്ത് ആ വീട്ടിലെ വിനോദം താമസിക്കുന്നത്? ഇല്ല, സംശയം ഇല്ലായിരുന്നു. അങ്ങനെ സംശയിക്കാൻ തക്കതായിട്ടുള്ള ഒരു ഇത് ഇല്ലായിരുന്നു. അങ്ങനെ പ്രതികാരം ചെയ്യുന്നൊന്നും അറിഞ്ഞൂടായിരുന്നു. അമ്മയ്ക്ക് അവനെ കണ്ണെടുത്താ കണ്ടിട്ട് അമ്മയ്ക്ക് അവന്റെ പേര് പോലും അറിയില്ല വിനോദാണെന്ന്. അല്ല, ഈ വിനോദിന് എത്ര ശത്രുത എന്നുള്ള കാര്യം എന്തായിരിക്കും? സ്വന്തം ഒരു സ്ത്രീയെ ഒരു കേസ് ഉണ്ടായിരുന്നു. അവരുടെ അമ്മായി ഓൾറെഡി അമ്മയെ കുറിച്ച് അപരാധം പറയാറുണ്ട്. അതായത് ഈ വിനോദുമായിട്ട് റിലേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും വഴി നടക്കാൻ സമ്മതിക്കില്ല എന്ന് അമ്മ വന്ന് നമ്മളടുത്ത് പരാതി പറഞ്ഞു. ആദ്യം ഇല്ല അവര് നേരെ ഇങ്ങ് മുകളിലോട്ട് കയറി വരണോണ്ട് ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. പക്ഷെ അങ്ങനെ കയറി പോണത് അങ്ങ് മുകളിലോട്ടാണെന്ന് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യയ്ക്ക് തെളിവ് സഹിതം കിട്ടി. അങ്ങ് മുകളിലൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ട്. അവിടെ പോയി അടിയൊക്കെ കൊടുത്തു അവളുടെ ഭാര്യ അവന്റെ. അങ്ങനെ പ്രശ്നമായാണ് അവര് ഇവിടെ നിന്ന് പോയത്. പോയതിനു ശേഷം ഇവരാണെങ്കിൽ പിന്നെ എൻ്റെ അമ്മയെ റോഡ് നീളെ വഴക്ക് പറയുകയും അമ്മ പേടിച്ച് ഒരു ദിവസം ഓടി. ഇവരെ പേടിച്ച് എന്തൊക്കെയോ തെറി വിളിക്കുകയൊക്കെ ചെയ്തു അപരാധം പറഞ്ഞിട്ട്. അപ്പൊ അമ്മ ഓടി വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ വഴി നടക്കാൻ സമ്മതിക്കണില്ല, എനിക്ക് സത്യമായിട്ട് സങ്കടം വരണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അമ്മയെ പറ്റി അന്വേഷിക്കുമ്പോഴും അമ്മ അയാളുടെ കട്ടിന്റെ കീഴ്ത്ത് കിടക്കുക, ജീവനറ്റ ശരീരം അല്ലേ? ഞങ്ങളടുത്ത് പറഞ്ഞില്ല, പിന്നെയാണ് ഞങ്ങൾ അറിഞ്ഞത് രാത്രി ആയതോടെ. രാവിലെ മുതലേ അമ്മ തേടിക്കൊണ്ട് നടക്കായിരുന്നു. ഇവിടെ ഉള്ള CCTV എല്ലാം പരിശോധിച്ചു. അവിടെ കുമാര ടെക്സ്റ്റൈൽസില് CCTV അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അപ്പോഴും വിനോദിൽ നിങ്ങൾക്ക് സംശയം വരുന്നില്ല? വിനോദ് വളരെ കൂടായിട്ട് നിൽക്കും. അതെ, ഇവിടെ നമ്മൾ പോകുന്ന അടുത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ബേക്കിന്ന്. കാരണം അണ്ണന്റെ അടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തായി ഡീറ്റെയിൽസ് വല്ലതും കിട്ടിയോ. പിന്നെ പിറ്റേന്ന് ഈ സംഭവം നടക്കുന്നതിന് പിറ്റേന്ന് ഇതിന്റെ മേളിൽ കയറി ഇരുന്നുകൊണ്ട് അണ്ണന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിഞ്ഞോ, അത് എന്തെങ്കിലും കിട്ടിയോ എന്നൊക്കെ ഒരുപാട് വട്ടം ചോദിച്ചു. നമുക്ക് ആ നമ്മള് ബാക്കിന്നുണ്ടായിരുന്നു. നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ അതല്ല നിങ്ങളുടെ അന്വേഷണമൊക്കെ ചോദിച്ച് വിനോദ് കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അമ്മ ഇല്ലാത്ത ലോകത്തിന് ജീവിക്കാൻ പോകല്ലേ? അച്ഛനും പോയി ആരുമില്ല ഞങ്ങൾക്ക്. ഞങ്ങളൊരു പാവപ്പെട്ട കുടുംബത്തിലുള്ളതാണ്. ഞങ്ങൾക്ക് ആരുമില്ല. അമ്മയും കൂടെ ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മയില്ലെന്ന് പറയുമ്പോൾ. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് അമ്മ അണ്ടേപ്പിസിൽ പോയാണ് ഞങ്ങളെ വളർത്തിയത്. അത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ അമ്മയില്ലെന്ന് പറയാൻ പോലും. എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ വേറെ ഒരു തെറ്റും ചെയ്യൂല. എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ മുതലേ അമ്മ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. ആർക്കും പൈസ അങ്ങനെയൊന്നും കടമൊന്നും കൊടുക്കണ വ്യക്തിയല്ല അമ്മ. അത് ജോലിക്ക് പോയില്ലെങ്കിൽ അമ്മയുടെ കയ്യിലെ പൈസ ഇല്ലാന്ന്. അതുകൊണ്ട് ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ അമ്മ എന്നും പോവും. എന്റെ അമ്മയുടെ മുഖം പോലും കിട്ടാത്ത അവസ്ഥയിലാക്കി. ഞങ്ങൾ ഇന്നലെ മുഖം പോലും കണ്ടില്ല. എന്റെ അമ്മയുടെ കാണാൻ പോലും തന്നില്ല. അത്രയ്ക്ക് ദയനീയ അവസ്ഥയാക്കിയിരിക്കുന്നു. നിങ്ങളുടെ സ്പോട്ടിൽ പോയിരുന്നോ? കുടിച്ചിട്ട സ്ഥലത്തേക്ക് പോലും പോയിരുന്നു? ഇല്ല പോയില്ല.
കാണാനുള്ള ശക്തിയില്ല ഇല്ല. ഇല്ലേ? അമ്മയെ കണ്ടായിരുന്നോ? അമ്മയുടെ ബോഡി കണ്ടായിരുന്നോ? കാണാൻ പറ്റിയില്ല, മുഖം പോലും കാണാൻ പറ്റിയില്ല, പോയിരുന്നു, ശ്മശാനത്തിൽ പോയിരുന്നു. മുഖം പോലും കാണാൻ പറ്റാത്ത രീതിയിലാക്കി കളഞ്ഞു. അത്രയും വികൃതമായി കഴിഞ്ഞല്ലേ? അമ്മ അവസാനം ലാസ്റ്റ് ആയിട്ടൊന്നും കാണാൻ പോലും പറ്റിയില്ല നമുക്ക്. അമ്മ അവസാനം എപ്പോഴാ കാണുന്നത്? ലാസ്റ്റ് കഴിഞ്ഞ ഞായറാഴ്ച എന്തോ ആണ് കണ്ടത്. നീ എന്നും വിളിക്കും. 2 ആഴ്ച പോണോ? എന്നും വിളിക്കോ? എന്നും വിളിക്കും. അമ്മയ്ക്ക് അവിഹിത ബന്ധമുണ്ട് എന്നുള്ള രീതിയിലേക്ക് അല്ലേ? അതൊക്കെ തെറ്റായ കാര്യമാണ്. അമ്മ അങ്ങനെ ആർക്കും കടം കൊടുക്കുന്നില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. അവന്റെ പേര് പോലും അമ്മയ്ക്ക് അറിയില്ല. ഇത്ര അടുത്തുണ്ടായിരുന്നാലും അമ്മ പറയുന്നത് വെച്ചാൽ ഇവനല്ലാതെ വേറെ ആരെയും കിട്ടൂലേ എന്നാ ചോദിക്കുന്നത്. നമ്മളന്ന് അന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെ അമ്മ കേസ് കൊടുക്കാൻ നമ്മളെ കൂടെ വരൂലായിരുന്നു, ഉറപ്പായിട്ടും വരൂലായിരുന്നു. കാരണം അന്ന് 5 വയസ്സുള്ള വീട്ടിൽ അച്ഛൻ മരിക്കുന്നത്, അതിനുശേഷം വേറൊരു നമ്മൾ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടും കൂടെ അമ്മയ്ക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞേ. നമുക്ക് ഉറപ്പായിരുന്നു വേണമെങ്കിൽ അമ്മയ്ക്ക് ഒരു കൂട്ട് വേണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 വയസ്സുള്ള അമ്മയ്ക്ക് നല്ല പ്രായമാണ്, വേണമെങ്കിൽ കല്യാണം കഴിച്ച് പോകാറുണ്ട്. നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കണതാണ് ഇഷ്ടമെന്നാ പറഞ്ഞ. അപ്പൊ അന്നും മുതലേ കമ്പനി പോകുന്നുണ്ട്. ഈ ബിജുവിന്റെ തൊട്ട അയൽവാസിയാണ് വിനോദ് അല്ലേ? നിങ്ങളുടെ അയൽവാസി. അപ്പൊ ഇവൻ ആ സമയത്ത് പോലും അന്വേഷണത്തോട് സഹകരിച്ച് എങ്ങോട്ടും ചോദിക്കുന്നത്. ഈ വിനോദ് ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംഭവമുണ്ടോ? ഇങ്ങോട്ട് വരാറുണ്ടോ? ഇല്ല, ഇങ്ങോട്ട് വരാറില്ല. മതിലിന്റെ അവിടെ നിന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കാണും. അങ്ങനെ ഒരു ഗ്ലോയിങ് മൈൻഡാണ്. അങ്ങനെ പെട്ടെന്നൊന്നും ആരുടെ മിണ്ടില്ല. ഞങ്ങളും അങ്ങനെ മിണ്ടില്ല. അയാളുടെ അടുത്ത് ഒരു ഫ്രണ്ട്ലി നമുക്ക് തോന്നില്ല. ഒരു അയൽവാസി ആണെങ്കിലും അത്രത്തോളം ഒന്നും അയാളുടെ അടുത്ത് തോന്നില്ല. കാരണം അങ്ങനെ ഒരു പരിങ്ങിയ ഒരു സ്വഭാവക്കാരനാണ്. ബിജു ആണെങ്കിൽ ഒരു പാവം പിടിച്ച മനുഷ്യൻ കേട്ടോ. എനിക്ക് ഏറ്റവും വലിയ താങ്ങായിരുന്നു എന്റെ ഇളയമ്മ. ഒരു ഫ്രണ്ട്ലി പോലെയും എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇളയമ്മയെ വിളിച്ച് ഓടി വരാനും ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് പോലെയായിരുന്നു. ഇത്രയും അടുത്ത് ഭയങ്കരമായിട്ടുള്ള നൊമ്പരപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് ഉൾക്കൊള്ളാനൊക്കാത്തൊരവസ്ഥ. മനുഷ്യന്റെ മനസ്സ് എത്രത്തോളം പൈശാചികമാണെന്നുള്ള ഒരൊറ്റ തെളിവാണ് ഈ വിനോദ് എന്ന് പറയുന്ന ഒരു മൃഗം അല്ലേ? എന്റെ അമ്മയുടെ കഴുത്തിൽ മാല ഉണ്ടായിരുന്നു, 3 പവന്റെ മാലയും കാപ്പന്റെ ചുട്ടി ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്നും ഇപ്പൊ കാണാനില്ല. സ്വർണത്തിന് വേണ്ടിയാണോ അത് ചെയ്തത്? അതാ നിങ്ങൾക്ക് വേണ്ടി അമ്മ ഒരു ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടു. അമ്മ സന്തോഷിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. സന്തോഷിക്കാൻ വേണ്ടി PF പൈസ വാങ്ങി ആർക്കെങ്കിലും പലിശയ്ക്ക് കൊടുത്തിട്ട് തൊഴിലുറപ്പിന് മാത്രം പോയിട്ട് ജീവിക്കാന്ന് വിചാരിച്ച് നിന്നതാ. വർഷങ്ങളോളം കൊണ്ട് കമ്പനി പോണോണ്ട് നിർത്താന്ന് വിചാരിച്ചോണ്ട് നിന്നതാ. നമ്മള് മുഖം പോലും കണ്ടില്ല. എന്റെ അമ്മേനെ കാണാൻ പറ്റിയില്ല. പ്രിയംവദ എന്തായാലും ഇനി ഈ വഴിയിലൂടെ സഞ്ചരിക്കത്തില്ല. ഒരുപാട് സഞ്ചരിച്ചൊരു വഴിയാണ്. എന്തായാലും ആ വീട് ഇപ്പോൾ ശോകമൂഖമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ്. അവരുടെ കരച്ചിലുണ്ടല്ലോ, മക്കളുടെയും ആ സഹോദരിമാരുടെയൊക്കെ കരച്ചിൽ നമ്മുടെ നെഞ്ച് പിളർക്കുന്ന കാഴ്ചയാണ്. എന്തായാലും എത്ര ക്രൂരനായാലും ഇങ്ങനൊന്നും ചെയ്യരുതെന്നേ. എന്തൊരു ചെയ്തേക്കുന്നത്. ഒരു സ്ത്രീയെ കൊണ്ട് കട്ടിലിൻ്റെ കീഴിൽ കൊണ്ടുവച്ച് കൊന്നിട്ട് അതിനുശേഷം രാത്രിയോടെ 5-6 ദിവസം കഴിഞ്ഞ ശേഷം കൊണ്ട് കുഴിച്ചിടുക, ഒന്നും അറിയാത്ത പോലെ ആ പ്രതി പെരുമാറുക. വളരെ സിനിമാ കഥയെ പോലും വെല്ലുന്ന ഒരു സംഭവമാണ്. എന്തായാലും വളരെ നൊമ്പരപ്പെടുന്നൊരു സംഭവമായിപ്പോയി. വളരെ വിഷമത്തോടെ, അതിലേറെ ആശ്ചര്യത്തോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു അറുതിയില്ലാതെ. ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും